ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, വന്യ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് അല്പനേരം ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യമാണ്. പരിശുദ്ധമായ 15 നോമ്പിൽ അല്പനേരം ചിന്തിക്കുവാൻ ഈ വേദഭാഗം അനുയോജ്യമെന്ന് ഞാൻ കരുതുന്നു. മശിഹായുടെ ലോകത്തിലേക്കുള്ള വരവ് ദൈവത്തിന്റെ ദൂതൻ മാതാവിനെ അറിയിക്കുന്ന, സദ്വാർത്തെ അറിയിക്കുന്ന മനോഹരമായ ചിത്രമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് കാണാനാവുക. കേവലം 14 വയസ്സ് പ്രായമുള്ള പുരുഷ സ്പർശനമേൽക്കാത്ത നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയോടാണ് ദൈവത്തിന്റെ ദൂതൻ ഈ വലിയ വാർത്ത അറിയിക്കുന്നത്. കന്യക ഗർഭം ധരിക്കുമെന്നും പുരുഷ സ്പർശനമേൽക്കാതെ പരിശുദ്ധാത്മാവിനാൽ ഇത് സാധ്യമാകുമെന്നും അതിൽ നിന്നുണ്ടാകുന്ന പ്രജ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നും അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായി തീരുമെന്നും തുടങ്ങി ഒരു ബാലികയ്ക്ക് ഗ്രഹിക്കാൻ സാധ്യമൊന്നും ഇല്ലാത്തതായ കാര്യങ്ങളാണ് ദൈവത്തിന്റെ ദൂതൻ മറിയ എന്ന ബാലകയെ അറിയിക്കുന്നത്. ഈ വാക്യങ്ങൾക്ക് തൊട്ടു മുമ്പ് യോഹന്നാൻ ജനിപ്പാൻ പോകുന്നു എന്ന വാർത്ത മഹാപുരോഹിതനായ സക്കറിയാവിന് ലഭിച്ചപ്പോൾ അവൻ സംശയാലുവാവുകയും വൃദ്ധരായ തങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കുമെന്ന് സംശയിച്ച് ഊമനായി തീർന്ന ഭാഗമാണ് എന്ന് നാം ഓർക്കണം. ദൈവത്തിന്റെ പുരോഹിതനായ സക്കറിയാവിന് സംശയമുണ്ടായ സ്ഥാനത്താണ് ബാലകിയായ മറിയം ദൈവത്തിന്റെ ദൂതൻ അറിയിച്ച സകല ബുദ്ധിയെയും കവിയുന്ന സദ്വാർത്ത സംശയലേശമന്യെ സ്വീകരിച്ച് പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. കന്യകയായ ആ ബാലിക പ്രകടിപ്പിച്ച 2 സ്വഭാവ ഗുണങ്ങൾ ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവാശ്രയ ബോധത്തിലൂന്നിയ അനുസരണയും. ഈ 2 മഹത് ഗുണങ്ങളുടെയും ഫലമായിട്ടാണ് മാതാവ് തന്റെ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നത്. അവളുടെ ഹൃദയത്തിലൂടെ വാൾ കയറുമ്പോൾ അവൾ ധൈര്യവതിയായി അതിനെ എല്ലാം അഭിമുഖീകരിച്ചത് വിശ്വാസം മൂലവും അനുസരണ മൂലവുമാണ്. ഇന്നത്തെ ലോകത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാൻ നാം നമ്മെ പ്രാപ്തരാക്കേണ്ടത് മാതാവിന്റെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവാശ്രയ ബോധത്തിലൂന്നിയ അനുസരണയും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. ഇന്റർനെറ്റിന്റെ വേഗതയിൽ നാം പായുമ്പോൾ, ആധുനികതയുടെ ആകർഷണങ്ങളിലേക്ക് നാം വീഴുമ്പോൾ, ആസക്തികളുടെ കെണികളിലേക്ക് നാം വീഴുമ്പോൾ, ഒരു താങ്ങായി, ഒരു വിശ്വാസ ഗോപുരമായി നമ്മുടെ കർത്താവിന്റെ അമ്മ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടുവെന്നും ആരും ആശ്രയമില്ലെന്നും തളർന്നു പോയെന്നും തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു എളുപ്പമാർഗമായി നമ്മിൽ പലരും കാണുന്നു. ഈ ലോക ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ ദൈവാശ്രയ ബോധത്തിൽ അതിജീവിച്ച പരിശുദ്ധ അമ്മ നമുക്ക് താങ്ങാവുന്നത് ഇവിടെയാണ്. ദൈവപുത്രനെ വഹിക്കുക, അതും കല്യാണം കഴിയാത്തൊരു ബാലിക. മാതാവ് എത്രമാത്രം ന്യായവിധിയും തെറ്റിദ്ധാരണയും അനിശ്ചിതത്വവും നേരിട്ടിട്ടുണ്ടാകണം. എങ്കിലും അവൾ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു. അങ്ങനെ ദൈവമാതാവ് വിശുദ്ധിയുടെയും അനുസരണയുടെയും ശക്തിയുടെയും പ്രതീകമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു. വിശുദ്ധി ബലഹീനതയല്ല, മറിച്ച് ശക്തിയാണെന്ന് ദൈവമാതാവ് നമ്മെ കാട്ടിത്തരുന്നു. അവൾ ചുറ്റുമുള്ള ലോകവുമായി പൊരുത്തപ്പെടുന്നില്ല, മറിച്ച് ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ അവൾ അനുവദിക്കുന്നു. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നുവെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു. കാനായിലെ കല്യാണത്തിൽ അവൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുവാനും അവയെ സധൈര്യം നേരിടുവാനുള്ള ശക്തിക്കായി ദൈവമാതാവിനോട് നമുക്ക് മധ്യസ്ഥത യാചിക്കാം. ക്രൂശിൽ തൂക്കപ്പെട്ട അവസ്ഥയിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രിയ ശിഷ്യനോടായി പറഞ്ഞത്, തന്നെ സ്നേഹിച്ച എല്ലാവരോടുമായി പറഞ്ഞതത്രേ, ഇതാ നിന്റെ അമ്മ. കർത്താവായ യേശുക്രിസ്തു തന്നെ സ്നേഹിച്ച ഏവർക്കും തന്റെ അമ്മയും മാതാവായി സമ്മാനിച്ചു. പ്രതിസന്ധികൾ വരുമ്പോൾ ഓടി ഒളിക്കുവാനല്ല, മറിച്ച് അവയെ നേരിടുവാനുള്ള ശക്തിക്കായി ദൈവമാതാവിനോട് നമുക്ക് മധ്യസ്ഥത യാചിക്കാം. മാതാവിന്റെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ. ദൈവതിരുനാമത്തിൽ ഏവർക്കും വന്ദനം.